നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. സർക്കാർ ഭൂമി സംബന്ധിച്ചുള്ള 6ാമത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സർക്കാരിന് മാത്രം അധികാരമുള്ള പുറമ്പോക്ക് ഭൂമി എങ്ങനെ ഒരു വില്ലേജിലും സംസ്ഥാനത്തെ സർക്കാർ ഭൂമി കൂടുതലുള്ള മറ്റ് വില്ലേജുകളിലും ഭൂമാഫിയയ്ക്ക് നൽകി അവരെ എങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉൾപ്പെടെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ വില്ലേജിനെ വേണമെങ്കിൽ പ്രബുദ്ധ രാഷ്ട്രീയക്കാർക്ക് ഒരു മാതൃകാ വില്ലേജ് എന്ന് വിളിക്കാം. കാരണം അവർക്കൊക്കെ പ്രയോജനമുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ വാക്കിൽ നമുക്ക് ഈ വില്ലേജുകളെ മാഫിയ വില്ലേജ് എന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഞാൻ പ്രതിപാദിപ്പിക്കുന്ന വില്ലേജ് ഇടുക്കി ജില്ലയിലെ വാഗമൺ വില്ലേജാണ്. ഇത് കേൾക്കുന്ന എല്ലാവരും മിക്കവാറും വാഗമണ്ണിൽ പോയിട്ടുണ്ടാവും. ഇടുക്കിയിൽ ഒരുപക്ഷെ ഇപ്പോൾ മൂന്നാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വന്നു പോകുന്ന, ഒരുപക്ഷെ കുമളിയേക്കാൾ കൂടുതൽ സഞ്ചാരികൾ വന്നു പോകുന്ന സ്ഥലമാണ് വാഗമൺ. അപ്പോൾ അവിടെ എങ്ങനെയാണ് സർക്കാരിന് മാത്രം അധികാരമുള്ള ഭൂമി, സർക്കാർ അറിയാതെ കൈമാറ്റം ചെയ്യാൻ പറ്റാത്ത ഭൂമി എങ്ങനെ ആരും അറിയാതെ നമ്മുടെ വില്ലേജ് താലൂക്ക് സംവിധാനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. സർക്കാർ ഭൂമികൾ തീർന്ന വില്ലേജുകൾ പലരും ഇപ്പോൾ സ്വകാര്യ ഭൂമികളും ഈ രീതിയിൽ കൈമാറുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിൻകര താലൂക്കിൽ ഉൾപ്പെടെ, നെയ്യാറ്റിൻകര വില്ലേജിൽ ഉൾപ്പെടെ സ്വകാര്യ ഭൂമികൾ പലരുടെയും ആധാരപ്രകാരമുള്ളത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ഞാനിവിടെ പ്രതിപാദിക്കുന്നത് വാഗമൺ വില്ലേജിലെ 2 സർവേ നമ്പറുകളാണ്. അതിൽ ഒരു സർവേ നമ്പർ തരിശാണ്. പരിശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് അനുമതിയില്ലാതെ ലാൻഡ് റവന്യൂ മാനുവൽ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ, മാനുവലുകൾ പ്രകാരം റവന്യൂ ഉദ്യോഗസ്ഥർക്ക്, തഹസിൽദാർക്കോ ഡെപ്യൂട്ടി കളക്ടറോ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക്, കളക്ടർക്കോ ഒക്കെ അർഹതപ്പെട്ട ആളുകൾക്ക് പട്ടയം നൽകാവുന്ന ഭൂമിയാണ്. എന്നാൽ പുറമ്പോക്കെന്ന് പറയുന്ന ഭൂമി ഒരു കാരണവശാലും ഗവൺമെൻറ് അനുമതിയില്ലാതെ, ഗവൺമെൻറ് അറിയാതെ കൈമാറ്റം ചെയ്യാവുന്ന ഭൂമിയല്ല. പട്ടയം ഉൾപ്പെടെ ഒരാവശ്യത്തിന് ഗവൺമെൻറ് അറിയാതെ മാറ്റാവുന്ന ഭൂമിയല്ല. അപ്പോൾ ഇവിടെ ഒരു സർവേ നമ്പറിലായിട്ട്, സർവേ നമ്പർ 813 ആ സർവേ നമ്പറിൽ ഏതാണ്ട് 300 ഏക്കറോളം തരിശ് ഈ പറയുന്ന വാഗമൺ വില്ലേജിലുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ഈ പ്രതിപാദന കാലഘട്ടത്തിന് മുമ്പ് വന്ന ഉദ്യോഗസ്ഥർ പൂർണ്ണമായിട്ടും ഈ സ്ഥലം വിറ്റെന്നോ കൊടുത്തെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കാം. ഏതായാലും പിന്നീട് വന്ന ഉദ്യോഗസ്ഥർക്ക് വിൽക്കാനൊന്നുമില്ല. അപ്പോൾ അവർ ഇതിൽ ഗവേഷണം നടത്തി. ഒരാൾ അവരെ സമീപിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് കൊടുക്കാവുന്ന, അല്ലെങ്കിൽ താലൂക്ക് ലെവലിൽ അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ കൊടുക്കാവുന്ന ഭൂമി അവിടെ തീർന്നിട്ടുണ്ടാവണം. ആ സാഹചര്യത്തിലാണ് പുതിയ ഒരാൾ ഇടുക്കി ജില്ലയിൽ നിന്നല്ല, കോട്ടയം ജില്ലയിൽ നിന്ന് അവിടെ രംഗപ്രവേശം ചെയ്യുന്നു. അപ്പം അവിടെ പിന്നീടുള്ളത് കൊടുക്കാത്ത ഭൂമി എന്ന് പറയുന്നത് ഒരു സർവേ നമ്പർ 724 പെട്ട, അതിൻ്റെ മൊത്തം എക്സ്റ്റൻറ്റ് 129 ഏക്കറാണ് ഭൂമിയാണ്. അപ്പം വേറെ ഈ വന്ന ആളെ തൃപ്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് താല്പര്യമുള്ള ആളുകളെ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ നമ്മുടെ ആളുകളെ, അല്ലെങ്കിൽ ഈ ഭൂമാഫിയെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് വേറെ ഭൂമി ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ സമീപിച്ച ആളെ ഒരു 110 ഏക്കർ ഭൂമി കൊടുത്ത് നമ്മുടെ സിസ്റ്റം സഹായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അത് ഈ പറയുന്ന ആളുടെ പേരിൽ ഒരു 4 മൊത്തം ഇത് കൊടുത്തിട്ടുള്ളത് 35 പട്ടയങ്ങളായിട്ടാണ്. 35 പട്ടയങ്ങളായിട്ട് 110 ഏക്കർ സ്ഥലം കൊടുക്കുന്നു. അതിൽ 4 പട്ടയങ്ങൾ ഈ ഒരാളുടെ തന്നെ, ആ വീട്ടിലെ ഗൃഹനാഥൻ്റെ പേരിൽ തന്നെ കൊടുക്കുന്നു. അത് 12 ഏക്കർ ഭൂമിയുണ്ട്. 5 പട്ടയങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിൽ ഒരു 14 ഏക്കർ കൊടുക്കുന്നു. ഒരു 10.5 ഏക്കറോളം ഭൂമി
മകൻ്റെ ഭാര്യയുടെ പേരിലുമായിട്ട് കൊടുക്കുന്നു. ബാക്കി ഒരു 57 ഉദ്ദേശം 55 54.7 ഏക്കർ ഭൂമി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ പേരിൽ തന്നെ പട്ടയമാക്കുന്നു. ബാക്കി 55.3 ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ 110 ആവും ഭൂമി. ഇന്നേ വരെ ഈ ലോകത്ത് ജനിച്ചിട്ടില്ലാത്തവരും ജീവിച്ചിട്ടില്ലാത്തവരുമായ വ്യാജവിലാസത്തിൽ പട്ടയം ഏർപ്പാടാക്കുന്നു. അങ്ങനെ മൊത്തം 110 ഏക്കറിനെ ബന്ധുക്കൾക്കായിട്ട് പകുതിയിലധികം പകുതി ഭൂമി കൊടുക്കുന്നു. ബാക്കി ഈ ലോകത്ത് ജനിക്കാത്ത വ്യാജ മേൽവിലാസങ്ങളിലേക്ക് ഉള്ള ആളുകൾക്കായിട്ട് പട്ടയം കൊടുക്കുന്നു. ഈ പട്ടയങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇതിൻ്റെ കാർമ്മികത്വം വഹിച്ച വില്ലേജ് അല്ലെങ്കിൽ താലൂക്ക് ലെവലിൽ തന്നെ ഇതിന് പോക്കുവരെ ചെയ്യാം. തണ്ടപ്പേര് അതിൻ്റെ നടപടിക്രമങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാം. ഇതെല്ലാം ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ഈ 110 ഏക്കർ സ്ഥലവും ഇതിൻ്റെ കാർമ്മികത്വം ഭരിച്ച ആളിൽ അതിൻ്റെ മകൻ്റെ പേരിലേക്ക് മാറ്റുകയാണ്. 110 ഏക്കറും പട്ടയവും പീരുമേട് സബ് രജിസ്ട്രാർ ഓഫീസിലെ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്ത് അങ്ങോട്ട് മാറ്റുകയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തരിശിൻ്റെ സർവേ നമ്പറിലാണ് ഈ പട്ടയങ്ങൾ കൊടുത്തിട്ടുള്ളതും സ്വാഭാവികമായിട്ടും ആധാരങ്ങളും അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഈ തരിശ് മൊത്തം നേരത്തെ വിറ്റ് പോയിട്ടുള്ളതിനാൽ അല്ലെങ്കിൽ അത് അവകാശികൾ ഉണ്ടായിട്ടുള്ളതിനാൽ ഇവിടെ ചെയ്തെന്ന് പറയുന്നത് ഈ പോക്കുവരവും വില്ലേജ് രേഖകളും ഈ പുറമ്പോക്കിലേക്ക് മാറ്റി. അതായത് പുറമ്പോക്കിൽ നിന്ന് അവർക്ക് സബ് ഡിവിഷനുകൾ അനുവദിച്ചു കൊടുത്തു. അങ്ങനെ എന്തായാലും ശരി, ഈ ഒരു കുടുംബത്തിൻ്റെ കയ്യിൽ മൊത്തം 110 ഏക്കർ സ്ഥലവും എത്തിച്ചേർന്നു. ഇതൊരു ഗവേഷണം പോലെയാണ്. കാരണം ഇത്രയും ബുദ്ധി സന്നദ്ധതയുള്ള ആളുകൾ റവന്യൂവിൽ ഉണ്ടെന്നുള്ളതാണ്. ഒരാൾ ഭൂമിയില്ല എന്ന് പറഞ്ഞ് വന്നാൽ അയാളെ വെറും കൈയോടെ വിടാനായിട്ട് നമ്മുടെ സിസ്റ്റം ഒരു കാരണവശാലും തയ്യാറല്ല എന്നുള്ളതാണ്. എന്തായാലും വിക്രയങ്ങളൊക്കെ നടന്നു. ഈ 110 ഏക്കർ സ്ഥലവും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ പേരിൽ തന്നെ മൊത്തമായിട്ട്, പ്രത്യേകിച്ച് മകൻ്റെ പേരിലാണ് കൂടുതൽ സ്ഥലവും എത്തിച്ചേർന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ, ഈ ഭൂമി മൊത്തവും കിട്ടിയ അതിൻ്റെ പ്രധാന ആളായ അദ്ദേഹത്തിൻ്റെ മൊഴി ഞാനിത് സംബന്ധിച്ചൊരു മുല്ലപ്പെരിയാർ DYSP ആയിരിക്കെ ഒരു എൻക്വയറി നടത്തി 25/6/2020 ഒരു റിപ്പോർട്ടും കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് സംബന്ധിച്ച് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെട്ടത്. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല. ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ ഇത് നിത്യസംഭവമാണ്. ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ടാവും. ഏതായാലും ശരി, ഞാൻ ഈ പ്രധാനിയായ ആളെ ഒന്ന് വിളിച്ച് അദ്ദേഹത്തിന് മൊഴിയൊക്കെ ഇന്ന് രേഖപ്പെടുത്തി. അദ്ദേഹത്തിന് എത്ര സെൻറ്റ് സ്ഥലമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഏത് ആധാരപ്രകാരമാണ് സ്ഥലമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. എന്തായാലും 110 ഏക്കർ സ്ഥലം അവിടെ അദ്ദേഹം മകൻ്റെ ഒക്കെ ആയിട്ട് പേരിലുണ്ട്. അത് സംബന്ധിച്ച് ഒരു രേഖയും ഹാജരാക്കാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. അത് നമ്മൾ അതിശയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. അദ്ദേഹം നിയമോപദേശങ്ങളും ഒക്കെ തേടിയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇതിൽ അതിശയപ്പെടുന്ന ഒരു മൊഴി ഉണ്ടായത്, ഞാൻ ഈ എൻക്വയറി നടത്തുന്ന 2020 അവിടെ ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു. അവരുടെ പേര് പ്രീതാകുമാരി എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറയുന്ന സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ, ബേസിക് ടാക്സ് രജിസ്റ്റർ, തണ്ടപ്പേര്, പോക്കുവരവ്, പുറമ്പോക്ക് രജിസ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാ രജിസ്റ്ററുകളുടെയും വിവരങ്ങൾ ആരാഞ്ഞ് ഞാൻ ഇവർക്ക് കത്ത് കൊടുത്തു. അപ്പോൾ ഇവർ കത്ത് കിട്ടിയപ്പോൾ മനസ്സിലായി കാണും ഇവർ ഇന്നലെ വരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനല്ല ഞാനെന്നുള്ളത്. എന്തായാലും ശരി, ഇവർ മറുപടി തരാൻ വന്നപ്പോൾ ഞാനിവരെ പോയി കണ്ടു. അപ്പോഴിവർ ഒരു നല്ല അപ്രോച്ചിലല്ല എന്ന് എനിക്ക് മനസ്സിലായി കാര്യങ്ങളത്ര. അപ്പോൾ ഞാനൊരു മൊഴി ഇവരുടെ എടുത്തു. അപ്പോൾ അതിൽ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ ഇവിടെ ഇല്ല, BTR കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തണ്ടപ്പേര് രജിസ്റ്ററും പോക്കുവരവ് രജിസ്റ്ററും പുറമ്പോക്ക് രജിസ്റ്ററും ഇപ്പോൾ പറ്റത്തില്ല, കണ്ടെടുത്ത് നോക്കൂ, ഹാജരാക്കാം. ഏതായാലും ഞാൻ ഈ എൻക്വയറി കഴിഞ്ഞ 4 വർഷം ആ സീറ്റിലുണ്ടായിരുന്നു മുല്ലപ്പെരിയാറിൽ. ഞാൻ റിപ്പോർട്ട് നേരത്തെ കൊടുത്തെങ്കിൽ പോലും ഏതായാലും ശരി, ഇവർ ഒരു രേഖയും ഹാജരാക്കാനായിട്ട് ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ റവന്യൂ വകുപ്പിൽ ഈ പോലീസിൽ ചില കേസുകളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലർ CD ഫയലുമായിട്ട് ട്രാൻസ്ഫറായി പോകുമ്പോൾ കൊണ്ടുപോകും, പെൻഷനായവരും കൊണ്ടുപോകുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇവിടെയും നടക്കുന്നതെന്ന് തോന്നുന്നു. ഇതുപോലെ വ്യാജ ആധാരവും വ്യാജ പോക്കുവരവൊക്കെ നടത്തിയവരൊക്കെ ട്രാൻസ്ഫറായി പോകുമ്പോൾ മിക്കവാറും അവർ ഈ രേഖകളുമായിട്ടാണ് പോകുന്നു എന്നൊരു സംശയം എനിക്ക് എന്തായാലും തോന്നിയിട്ടുണ്ട്. ഈ വിവരം പുറത്തു വരാൻ കാരണം നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ കാര്യക്ഷമത കൊണ്ടോ വിജിലൻസ് സിസ്റ്റത്തിൻ്റെ കാര്യക്ഷമത കൊണ്ടോ ഒന്നുമല്ല. ഞാനീ പറഞ്ഞ 10 ഏക്കറോളം സ്ഥലം
പിന്നെ 3 പട്ടയങ്ങളായിട്ട് ലഭിച്ച അവരെ, അതായത് ആ വീട്ടിലെ മരുമകളെ ഈ മകനുമായിട്ടുള്ള ബന്ധം വഷളാവുകയും അവരെ ഒഴിവാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവർക്കുള്ള 10 സെൻറ്റ് സ്ഥലത്തിനോട് ഇവർ വ്യാജാധാരം ഉണ്ടാക്കിക്കളഞ്ഞു. അവർക്കവിടെ സ്ഥലമില്ലാതായി മാറി. അപ്പോൾ ആ സാഹചര്യത്തിലാണ് അവരിത് പരാതിപ്പെടുന്നത്. അങ്ങനെയാണ് ഇത് പുറം ലോകം അറിയുന്നതും അങ്ങനെയാണ്. അല്ല നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെയോ വിജിലൻസ് സംവിധാനത്തിൻ്റെയോ ഒന്നും കാര്യക്ഷമമായ പ്രവർത്തനം കൊണ്ടല്ല. ഇതിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ അവിടുത്തെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേക കാര്യം, മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് 18 വർഷം മുമ്പ് കണ്ടെത്തിയതും അവിടുത്തെ ഇൻ്റലിജൻസ് സംവിധാനമാണ്. അന്നത്തെ ഒരു ഇൻ്റലിജൻസ് DYSP ആണ്. പേര് ഞാൻ പറയുന്നില്ല. നമ്മളെയൊക്കെ മുള്ളിൻ്റെ മുനയിൽ നിർത്തി ഇപ്പോൾ പൊട്ടു എന്നൊക്കെ പറഞ്ഞ് വർഷം 18 കഴിഞ്ഞ് പൊട്ടിയിട്ടില്ല. ഇനി എന്നോടും സംസ്ഥാന പോലീസ് മേധാവി ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഡാം പൊട്ടുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ റിമാസ് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണുള്ളത്, എനിക്ക് BTech MTech ഒന്നും ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എൻ്റെ നിന്നൊരു റിപ്പോർട്ട് ഞാൻ തരാൻ പ്രാപ്തനല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ ഇതിലേതെങ്കിലും ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയോ പിന്നെ PWD ഉൾപ്പെടെയുള്ള മരാമത്തും ബിൽഡിങ്ങും ഒക്കെ ഉണ്ടല്ലോ, നമുക്കിവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ അവരെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയൊക്കെ വെച്ച് സംസ്ഥാനത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം സുപ്രീം കോടതിയിലൊക്കെ ഇരിക്കുന്ന വിഷയം. അങ്ങനെ ആണെങ്കിൽ അത് പരിശോധിക്കപ്പെടാം. അല്ലാതെ DYSP മുല്ലപ്പെരിയാർ എന്നുള്ള സിഗ്നേഷനിൽ എനിക്ക് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ പൊട്ടത്തില്ലയോ എന്ന് സംബന്ധിച്ചെന്തും ഏതെങ്കിലും ഒരു റിപ്പോർട്ട് തരാനുള്ള അറിവോ ഇതില്ല എന്ന് പറഞ്ഞ് ഞാനൊരു റിപ്പോർട്ട് കൊടുത്തു. ഏതായാലും ഇത് കണ്ടപ്പം SP-യുടെ ഓഫീസിൽ നിന്നൊക്കെ ചില വിളികളൊക്കെ വന്നു. ഞാൻ അവരോട് കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് അതിൽ കൂടുതൽ പറയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞ് DGPക്ക് മറുപടി കൊടുത്തോളാനും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ കാര്യത്തിൽ ഈ പുറമ്പോക്ക് തട്ടി അടിച്ചുമാറ്റിയ സംഭവത്തിൽ ഇവർ വില്ലേജ് അധികാരികൾ യാതൊരു സഹകരണവും നമുക്ക് കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ഒരു 3-4 ശുപാർശയോടുകൂടി ഈ റിപ്പോർട്ട് കൊടുത്തു. ഒന്ന്, അതിൽ ഈ നമ്മളിവിടെ സർക്കാർ ഭൂമി ഇനി കൊടുക്കുകയാണെങ്കിൽ 30 സെൻറ്റ് കൂടുതൽ ആർക്കും പട്ടയം കൊടുക്കരുതെന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് പറഞ്ഞു, 25 വർഷത്തിന് അകം ഈ പട്ടയങ്ങൾ കൈമാറാൻ പാടില്ല, പക്ഷേ അവകാശികൾക്ക് കൈമാറുന്നതിന് മാത്രമായിട്ട് അനുമതിയാവാം. മൂന്നാമതായിട്ട് പറഞ്ഞത്, റവന്യൂ വിജിലൻസ് സിസ്റ്റം ഈ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് ഈ അന്യാധീനപ്പെട്ട സർക്കാർ ഭൂമികൾ കണ്ടെടുക്കുന്നതിനായിട്ട് വളരെ വിശദമായൊരു അന്വേഷണം നടത്തി അതിലേക്ക് നടപടികൾ സ്വീകരിക്കണം. നാലാമതാത് പറഞ്ഞത്, ഈ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും ഈ പറയുന്ന ഒരു ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് ഈ സർക്കാർ ഭൂമിയുടെ ജില്ലയിലെ ഒരു നോഡൽ ഓഫീസർ പോലെ നിയമിച്ച് നടപടികൾ എന്തായാൽ ഇനിയുള്ള എങ്കിലും അന്യാധീനപ്പെടാതെ സംരക്ഷിക്കാൻ കഴിയും. ഈ 4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനൊരു റിപ്പോർട്ട് കൊടുത്തു. ഇതിൽ നമ്മൾ ഈ പറയുന്ന പോലെ അല്ല. കാരണം ഈ കേരള ലാൻഡ് കൺസർവൻസി അമെൻമെൻറ്റ് ആക്റ്റിൽ 2009 ഒരു ഭേദഗതി വരുത്തി കടുത്ത ശിക്ഷകൾ ഈ സർക്കാർ ഭൂമികളുമായി ബന്ധപ്പെട്ട് പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാം. കടുത്ത ശിക്ഷകളുമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കേരള പോലീസിന് ഇന്നേ വരെ ഇങ്ങനൊരു ആക്ട് ഉണ്ടെന്നും ഇങ്ങനൊരു ആക്റ്റിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ടെന്നും കേസെടുക്കാവുന്നൊന്നും അറിയാവുന്ന ഒരു സംവിധാനമല്ല സംസ്ഥാനത്ത് നിലവിലുള്ളത്. ഞാൻ ഈ കാര്യത്തിലൊരു കത്ത് ഇടുക്കിയില്ല അതിൽ SP കറുപ്പസ്വാമിക്ക് കൊടുത്തിരുന്നു. പുള്ളിക്ക് ഇതെന്തോ ചുക്കെന്തോ ചുണ്ണാമ്പെന്തോ എന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടാന്ന് എനിക്ക് തോന്നി. പുള്ളി അതിൽ നടപടി എടുത്തില്ല. ഞാൻ ഈ സർക്കാർ ഭൂമി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കോപ്പി ഉൾപ്പെടെ പുള്ളിക്ക് കൊടുത്തിരുന്നു. പുള്ളി അടുത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് DYSPക്ക് കൊടുത്തു. പുള്ളിക്കും ഇതിൽ വേണ്ടത്ര ബോധവും പരവും ഇല്ലാത്തതുകൊണ്ടാണോ അതോ അജ്ഞത അടിച്ച് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു കൂടുന്നേ ആവാം. എന്തായാലും ശരി, ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു മാമാങ്കം നടക്കുന്നുണ്ട്. കോടികൾ ചിലവാക്കിയ 300-ലധികം കോടി രൂപ ചിലവാക്കി നടക്കുന്നൊരു മാമാങ്കം. പേര് ഡിജിറ്റൽ സർവേ എന്നാണ്. എന്തായാലും അതിൽ ഒരു പ്രത്യേക കാര്യമുണ്ട്. നമ്മളെ എല്ലാ സർവേ നടപടികളും തുടങ്ങുന്നതിന് മുമ്പ് സർക്കാർ സംവിധാനം നിയമാനുസരണം അവിടെ സർക്കാർ ഭൂമികളുള്ളത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ബാക്കി സർവേ നടപടികൾ ആരംഭിക്കാവും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഡിജിറ്റൽ സർവേയിൽ അങ്ങനെ ഒരു കാര്യമില്ല. സ്വകാര്യ ഭൂമികളും മറ്റു ഭൂമികളും മാത്രമേ പരിഗണനയുള്ളൂ. മിക്കവാറും ഇത് അളന്ന് തിട്ടപ്പെടുത്തിയൊക്കെ വരുമ്പോഴത്തേക്ക് സർക്കാരിന് ഇനി എങ്ങും ഭൂമി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടില്ല. നമ്മൾക്ക് കോടതിയുടെ വരാന്തയിലായിരിക്കും ശിഷ്ടകാലം ചിലപ്പം പറഞ്ഞിട്ടുള്ളത്. നമ്മളെന്തായാലും ഈ പ്രബുദ്ധർ നാടുന്ന നാട്ടിലെ ഇമാതിരി ശാസ്ത്രീയമായ തട്ടിപ്പുകൾ നടക്കത്തുള്ളൂ. ഈ രീതിയിൽ ഗവേഷക ബുദ്ധി കണ്ടെടുത്തി പുറമ്പോക്കൊക്കെ തരിശാക്കി പോക്കുവരവും പിന്നീട് തരിശ് പുറമ്പോക്കാക്കി പോക്കുവരവും തട്ടിയും പുറമ്പോക്കിന് പിന്നെ പട്ടയം കൊടുക്കാനോ കണ്ടെത്തിയ ആളുകളെ വിളിച്ച് പോലീസിൽ ഈ വ്യാജരേഖ ഉൾപ്പെടെ ചമച്ച് രാഷ്ട്രപതിയുടെ മെഡലൊക്കെ വാങ്ങിയ പ്രഗത്ഭരുണ്ട്. അതുപോലെ എന്തെങ്കിലും ഇവർക്കൂടെ കൊടുത്ത് ഇവരെ നമ്മൾ ആദരിക്കണമെന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ
അത് കൂടാതെ പറയാനുള്ളത്, നമ്മുടെ ബീഹാറിലൊന്നും ഇമാതിരി ആളുകൾ തട്ടിപ്പൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ തിരുവിതാംകൂറിലൊക്കെ രാജഭരണത്തിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊന്നും നടക്കത്തില്ല. ഇത് ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഈ രീതിയിൽ തട്ടിപ്പ്, സർക്കാരിൻ്റെ ഭൂമി പിന്നെ വളരെ ശാസ്ത്രീയമായി അടിച്ചു മാറ്റുന്ന ഒരു വിഷയമാണ്. ഏതായാലും ഞാൻ ഈ വീഡിയോ ഇന്ന് ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.